ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. فاتبعوا أحسن ما أنزل إليكم من ربكم من قبل أن يأتيكم العذاب بغتة وأنتم لا تشعرون. عن أبي هريرة رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم: لا تقوم الساعة حتى تطلع الشمس من مغربها فإذا طلعت ورآها الناس آمنوا ويجمعون فذلك حين لا ينفع نفسا إيمانها لم تكن آمنت من قبلها أو كما قال عليه الصلاة والسلام. صدق الله العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിന് തൗഫീഖ് തരുമാറാകട്ടെ. ഹക്കായ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലായി കഴിച്ചുകൂട്ടാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധമായ ദീൻ, അത് അതിൻ്റെ തനതായ രൂപത്തിൽ നിലനിർത്തി അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ മാത്രമേ മുഅ്മിനീങ്ങൾക്ക് മനുഷ്യർക്ക് വിജയിക്കാൻ കഴിയൂ. അതിലേക്ക് വന്നു ചേരുന്ന ഇതര ചിന്താഗതികൾ, സംസ്കാരങ്ങൾ, ആദർശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കഴിഞ്ഞ ആഴ്ച ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അത് കേവലം ഒരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും മറ്റുള്ള സംസ്കാരങ്ങൾ, മറ്റുള്ളവരുടെ രീതികൾ ഒഴിവാക്കാൻ ഇസ്ലാം കൽപ്പിക്കപ്പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2024 പൂർത്തിയായി 2025 ആരംഭിക്കുമ്പോൾ പാശ്ചാത്യ നാടുകളിൽ യൂറോപ്യർക്ക് അതൊരു ആഘോഷമാണ്. പുതിയൊരു വർഷം എന്ന് പറയുന്നത് അവർക്കൊരാഘോഷമാണ്. ഇസ്ലാമിലെ ശരിയായ ഹിജ്റ കലണ്ടറിലെ മുഹറം പോലും ഒരു ആഘോഷമല്ല. എന്നാൽ മുസ്ലിം സമുദായം, നമ്മുടെ ചെറുപ്പക്കാർ, യുവാക്കൾ ആ ദിവസങ്ങളെയും ആഘോഷപൂർവ്വം ആഘോഷിക്കുന്നത് കാണാൻ കഴിയും. അതിൽ മറ്റിതര തിന്മകളെല്ലാം ഉള്ളതിനോട് കൂടി തന്നെ അടിസ്ഥാനപരമായി നമ്മൾ ആലോചിച്ചാൽ അതെല്ലാം വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കാര്യങ്ങൾ എത്രത്തോളം ശ്രദ്ധിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വാഖിദുൽ ലൈഥി റളിയല്ലാഹു അൻഹു പറയുകയാണ്: മക്ക ഫതഹിന് ശേഷം ഹുനൈനി യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ പോവുകയായിരുന്നു. ഞങ്ങളിൽ പലരും പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നവരും മക്ക ഫതഹിന്റെ സന്ദർഭത്തിൽ വിശ്വസിച്ചവരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ മുശ്രിക്കുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു വൃക്ഷത്തെ കാണുകയാണ്. ആ വൃക്ഷത്തിൽ അവരവരുടെ ആയുധങ്ങൾ, വാളുകൾ തൂക്കി, അതിനവർ ധാത്തു അൻവാത്ത് എന്നാണ് പറഞ്ഞിരുന്നത്, ആ വൃക്ഷത്തിന്റെ പേര്. മുശ്രിക്കുകൾ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ മുഅ്മിനീങ്ങളായ ഞങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു: യാ റസൂലല്ലാഹി ജഅൽ ലനാ ദാത്ത അൻവാത്ത് കമാ ലഹും ദാത്തു അൻവാത്ത്. അല്ലാഹുവിന്റെ പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്ക് ഇങ്ങനെ ഒരു വൃക്ഷമുണ്ടല്ലോ, ദാത്തു അൻവാത്ത്, അതുപോലെ ഞങ്ങൾക്കും ഒരു വൃക്ഷത്തെ തങ്ങൾ നിശ്ചയിച്ചു തരിക. അതിൽ ആരാധനയൊന്നുമില്ല, വട്ടം കൂടിയിരുന്ന് ഒരു വാള് നോക്കിയിടും, അവിടെ ഇരിക്കും, അവരിതിനെ ഒരു സന്തോഷമായിട്ട് പുണ്യമായിട്ട് കാണും. അങ്ങനെയുള്ള ഒരു വൃക്ഷമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: സുബ്ഹാനല്ലാഹ്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ പറഞ്ഞത്
ബനൂ ഇസ്രായേൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞ അതേ കാര്യമാണ്. ജഅലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേലിനെ ചെങ്കടൽ മുറിച്ചു കടന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ പശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരെ കണ്ടു. അപ്പൊ ഈ കൂട്ടർ പറയാണ്, ഇവർക്കൊരു ദൈവമുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ ഉണ്ടാക്കി തരിക. ഇങ്ങനെ അവർ ചോദിച്ചതുപോലെയാണ് നിങ്ങൾ എന്നോട് പറയുന്നത്. അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ സത്യം, നിങ്ങൾ മുമ്പുള്ളവരുടെ നടപടിക്രമങ്ങളെ പിൻപറ്റുന്നതാണ്. ഒരു റിവായത്തിൽ എങ്ങനെയുണ്ട്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യഹൂദി നസറാക്കളുടെ നടപടിക്രമങ്ങളെയാണോ? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ അല്ലാതെ ആരുടേതാണ്? വേറെ റിവായത്തിലുണ്ട്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ ദഖലു ഫീ ജുഹ്രി ദബ്ബിൻ, ഏതുവരെ അവരിൽപ്പെട്ട ഒരാൾ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽപ്പെട്ടവരും അങ്ങനെ ചെയ്യും. വേറെ റിവായത്തിലുണ്ട്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതഅല ഉമ്മി അലാനിയതൻ ലക, തന്റെ സമുദായത്തിൽ ആരെങ്കിലും ഒരുവൻ തന്റെ മാതാവിന്റെ അടുക്കൽ പരസ്യമായി ദുർവൃത്തിക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നവർ തന്നെ എന്റെ സമുദായത്തിലും ഉണ്ടാകും. അങ്ങനെ ചാണിന് ചാണായിട്ടും മുഴത്തിന് മുഴമായും അവരെ പിൻപറ്റുന്നതാണ്. ഈ ഹദീസ് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി കിതാബിൽ ഫിത്തനിലാണ് ഉദ്ധരിക്കുന്നത്. അതായത് ഫിത്നകൾ, നാശങ്ങൾ, കുഴപ്പങ്ങൾ. ഫിത്ന എന്ന് പറഞ്ഞാൽ തന്നെ ഈമാൻ ഇല്ലാതായി പോകുന്ന കാര്യങ്ങൾക്കാണ്. അതിലാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ മാത്രമല്ല, ഏതെങ്കിലും ഒരു നാടിന്റെ, ലോകത്തിന്റെ ഏതെങ്കിലും ചിന്താഗതിക്കാരുടെ ആഘോഷങ്ങളൊന്നും നമ്മൾ ആഘോഷമായിട്ട് ഏറ്റെടുക്കേണ്ടവരല്ല. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന സ്റ്റേറ്റുകളിൽ കേരളം ഒന്നാമതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല, മുസ്ലിം വ്യത്യാസമൊന്നുമില്ല. ഏത് തിന്മകൾ എടുത്ത് നോക്കിയാലും അക്കൂട്ടത്തിൽ നമ്മുടെ പ്രാതിനിധ്യം ഒട്ടും കുറവല്ല. ഒരാഴ്ച മുമ്പ് വളരെ ദയനീയമായ ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടാവും. വയനാട് നിന്ന് ടൂർ പോയിട്ടുള്ള 2 കാറിൽ ചെറുപ്പക്കാർ പോയതാണ്. അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഒരു കൂട്ടർ മുമ്പേ വന്ന് താഴെ നിന്ന് കല്ലൊക്കെ എടുത്തിട്ട് പുറകെ വരുന്നവരെ എറിയാൻ വേണ്ടി നിന്നു. അപ്പൊ അവിടെ താമസിക്കുന്ന ആദിവാസിയായ ഒരു മനുഷ്യൻ, ഏതോ ജാതിക്കാർ ആദിവാസി, അവര് കയ്യിൽ പിടിച്ച് ഈ കല്ല് പിടിച്ചു വാങ്ങിച്ച് കളഞ്ഞു. അത്രേ ചെയ്തോളൂ. ഈ മനുഷ്യന്റെ 2 കൈ കൂടെ കൂട്ടിപ്പിടിച്ച് കാറിനകത്തേക്ക് കയറ്റിയിട്ട് 1/2 കിലോമീറ്റർ കാർ ഓടിച്ച് അയാളുടെ ശരീരത്തിന്റെ തൊലി മുഴുവൻ വിഴിഞ്ഞുപോയി. അയാളുടെ ശരീരം മുഴുവനും പുറത്ത്, 2 കൈയും അകത്തിരിക്കുന്നവരിലാണ് കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. ആദ്യം പുറത്തു വന്ന പേര് മുസ്ലിമീങ്ങളുടേതാണ്. ഈ രാജ്യം കത്താൻ ഇത് പോരായിരുന്നു. പിന്നെ ഓരോരുത്തർ പതുക്കെ നോക്കി വന്നപ്പം ബാക്കി 2 പേരല്ലാത്തത് കൊണ്ട്, ഒരു ശത്രുവിനോട് ഇസ്ലാം അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, ഒരു ജീവിയോട് ഇസ്ലാം അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അത്രയും മോശമായ ഒരു പെരുമാറ്റം ആരോടും ഇസ്ലാം ചെയ്തിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഒരു ജീവിയെ അറുക്കുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ അതിനെ അറുക്കും. ഒരു പ്രാവശ്യം മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് ഒരു ജീവി അറുക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ 2 പ്രാവശ്യം അതിനെ കൊല്ലുകയാണോ? അറുത്ത് ഭക്ഷിക്കാൻ അനുവാദമുണ്ട്. അതിൽ പോലും ദയയും ദാക്ഷിണ്യവും കാണിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ പടയ്ക്കാൻ വേണ്ടി വിടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ജീവിയെ അതിന്റെ മരണത്തിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ നയിക്കുന്ന രൂപമാണ് അതിന്റെ ഹൽക്കും മുരിയും അറുത്ത് രക്തമൊഴിപ്പിക്കുക എന്നുള്ളത്. തല്ലിക്കൊല്ലാൻ പാടില്ല ഇസ്ലാമിൽ. വലിയൊരു സമൂഹം തല്ലിക്കൊല്ലാണ് തിന്നുന്നത്, കഴിച്ചരിച്ചു കൊല്ലാൻ പാടില്ല. അങ്ങനെയുള്ളതിനെ കഴിക്കാൻ പോലും നിഷിദ്ധമാക്കിയ ദീനാണ്. ശ്വാസം മുട്ടിക്കൊന്നത്, തല്ലിക്കൊന്നത്, ഇങ്ങനെ കഴിക്കരുതെന്നുള്ള പറഞ്ഞു. കാരണം അതും ഒരു ജീവിയോടുള്ള കരുണ. ഇത്രത്തോളം കാരുണ്യം നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും മറുഭാഗത്ത് നമ്മളുടെ ചെറുപ്പക്കാരുടെ പ്രവൃത്തികൾ, നമ്മുടെ സമൂഹത്തിന്റെ പ്രവൃത്തികൾ ഈ പരിശുദ്ധ ദീനിനെ ആവോളം കുറ്റപ്പെടുത്തുന്നതിന് മതിയായത. എന്ന് മാത്രമല്ല, ഈ പേരിൽ 2 പേര് മുസ്ലിമിന്റെ പേരാണെങ്കിൽ
ഇതിന്റെ പിന്നിൽ ആക്ഷേപിക്കപ്പെടുന്നത് ഒന്നാമതായിട്ട് അള്ളാഹുവിനെ, പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സോഷ്യൽ മീഡിയ പരിശോധിക്കുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, ചീത്ത വിളിക്കുന്നത് മുഴുവനും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകരെ ചീത്ത വിളിപ്പിക്കുന്നവരായി ഉമ്മത്ത് മാറുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ അപകടമാണ്, എത്ര വലിയ അപകടമാണ്. എന്ന് മാത്രമല്ല, പിന്നെ അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ചിരിച്ചുകൊണ്ട് വരിക, അതെല്ലാരെയും കാണിക്കാൻ. തെറ്റ് ചെയ്തെന്നുള്ള ദുഃഖമില്ല, ഞങ്ങളെന്തോ വലിയ പുണ്യപ്രവർത്തി ചെയ്തു എന്നുള്ള ഒരവസ്ഥയിൽ. അപ്പം നോർമലായിട്ട് മാനസികാവസ്ഥയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് എന്നല്ലേ കണക്ക് കൂട്ടേണ്ടത്. എങ്ങനെ, എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്? സഹോദരങ്ങളെ, ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വലിയൊരു സംസ്കാരം, വലിയൊരു ആദർശം, ഇതിന്റെ ഒരു അഴക്, ഇതിന്റെ ഒരു സൗന്ദര്യം, അതിന്റെ ഒരു 10% നമ്മളിലൂടെ പുറത്തു വന്നിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ഇസ്ലാം ആക്ഷേപിക്കപ്പെടുമായിരുന്നില്ല. 10%. അതിനുപോലെ നമുക്ക് സാധിക്കുന്നില്ല. എന്തായാലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ആഘോഷങ്ങൾ, ഇസ്ലാമിലില്ലാത്ത കേൾക്കൂത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിച്ചേരാതിരിക്കാനാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നമ്മളോട് കൽപ്പിച്ചത്. നമുക്കറിയാം, ലോകത്ത് 3 രീതിയിലുള്ള അധിനിവേശങ്ങൾ നടക്കാറുണ്ട്. ഒന്ന് ഭൂമിശാസ്ത്രപരമായ അധിനിവേശമാണ്, ഇസ്രായേൽ പല രാജ്യങ്ങളും കയറി പിടിക്കുന്നത് പോലെ. മറ്റൊന്ന് സാമ്പത്തികമായ അധിനിവേശമാണ്, മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് പോലെ. മൂന്നാമത്തത് മനുഷ്യന്റെ വിശ്വാസപരമായ, അവന്റെ സാംസ്കാരികമായ, അവന്റെ ഹലാറത്തിന്റെ അധിനിവേശം. ഈ ആദ്യത്തെ രണ്ടിനേക്കാൾ കൂടുതൽ പേടിക്കുന്നതാണ് മൂന്നാമത്തത്. മൂന്നാമത്തത് സംഭവിക്കുമ്പോഴാണ് ആദ്യത്തെ 2 കാര്യങ്ങൾ ഉണ്ടായിത്തീരുന്നത്. മനുഷ്യൻ അവന്റെ ഈമാൻ വിട്ടുകളയുകയും സാംസ്കാരികമായി ഇസ്ലാമിന്റെ തനിമ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ ബാക്കിയൊക്കെ എളുപ്പമായി തീരുകയാണ്. ലോകത്തിന്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട സുഹൈബ് റൂമി റളിയല്ലാഹു തആല അൻഹു റോമക്കാരനായിരുന്നു. പേർഷ്യക്കാർ അദ്ദേഹത്തെ തടവിൽ പിടിച്ചു. തടവിൽ പിടിച്ചല്ല, പേർഷ്യ റോമനെ കീഴ്പ്പെടുത്തിയപ്പോൾ തടവുകാരുടെ കൂട്ടത്തിൽ, പിടിക്കപ്പെട്ട കൂട്ടത്തിൽ പെട്ടു. ചെറിയ കുട്ടിയാണ് അദ്ദേഹം. മക്കയിലെത്തി, വിറ്റഴിക്കപ്പെട്ട അടിമ എന്ന നിലയിൽ. ജാഹിലിയ കാലഘട്ടത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ടിരുന്ന അബ്ദുല്ലാഹ് ബിൻ ജദാൻ ഇദ്ദേഹത്തെ വാങ്ങിച്ച് മോചിപ്പിച്ചു. അവസാനം സുഹൈബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബികൾപ്പെട്ടയാളാണ് യാസിർ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ ആദ്യമായി, പ്രഥമമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബികൾപ്പെട്ടയാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ദാറുൽ അർഖമിൽ സുഹൈബ് റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു ഒറ്റ ദിവസമാണ് പോയിട്ട് ഇസ്ലാം സ്വീകരിച്ചത്. അവസാനം നബി ഹിജ്റ പോയപ്പോൾ സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകാൻ തയ്യാറായി. അപ്പോ അദ്ദേഹം ഹിജ്റ പോകാൻ സന്നദ്ധനായി പുറപ്പെടുമ്പോൾ മുശ്രിക്കുകൾ തടഞ്ഞു അദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളോട് നന്നായി പൊരുതാൻ അറിയുന്ന ഒരാൾ കൂടിയാണ്. അമ്പെയ്ത്തിൽ ഞാൻ നിപുണനാണ്. എന്റെ കയ്യിലിരിക്കുന്ന അമ്പിൽ ഒന്നെങ്കിലും അവശേഷിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. എന്റെ അമ്പ് തീർന്നാൽ ഞാൻ വാളുകൊണ്ട് നിങ്ങളോട് യുദ്ധം ചെയ്യും. അപ്പൊ മക്കാര് പറഞ്ഞു, അത്തയ്യത്തനാ സഅലൂക, നീ ഒരു അത്തപ്പാടിയായിട്ടാണ് ഇവിടെ വന്നത്. ഒന്നുമില്ല, പൈസയും ഇല്ല, കുടുംബവും ഇല്ല, ഒന്നുമില്ല. നീ ഇപ്പൊ നീ ഇവിടുന്ന് ഉണ്ടാക്കിയ സമ്പത്തും ഒക്കെ ആയിട്ട് പോകാനാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല. സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ എന്റെ സമ്പത്ത് മുഴുവനും, എന്റെ വീടും, ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് തന്നിട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചാൽ നിങ്ങൾ എന്നെ വിട്ടേക്കോ? ഒരു ഏറ്റുമുട്ടലില്ലാതെ. അവര് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സുഹൈബ് റളിയല്ലാഹു അൻഹു നന്നായിട്ട് പെരുമാറുന്ന ആളുകൾ. അപ്പൊ അദ്ദേഹം അത് മുഴുവനും കൊടുത്തിട്ട് ഒന്നുമില്ലാതെ വെറും കൈയോടെ മദീനയിലേക്ക് പോയി. മദീനയിലെത്തിയപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആയത്ത് അവതരിച്ചു. അള്ളാഹുവിന്റെ പൊരുത്തത്തെ, തൃപ്തിയെ കാംക്ഷിച്ചുകൊണ്ട് സ്വന്തം നഫ്സിനെ വിലയ്ക്ക് വാങ്ങിയ മനുഷ്യൻ എന്ന് പ്രശംസിച്ചുകൊണ്ട് ആയത്ത് അവതരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, നിന്റെ കച്ചവടം വളരെ ലാഭകരമായി. 3 പ്രാവശ്യം പറഞ്ഞു, ലാഭകരമായ കച്ചവടമാണ് നീ ചെയ്തത്, ലാഭകരമായ കച്ചവടമാണ് ചെയ്തത്, ലാഭമുള്ള ഒരു ബിസിനസ് ആണ് നീ ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും വിട്ടുകളഞ്ഞു, എല്ലാം കൊടുത്തു. തന്റെ ആദർശം കൊണ്ട് രക്ഷപ്പെട്ടതാണ്.
തന്റെ ഈമാൻ, തന്റെ വിശ്വാസം അതിനകത്തേക്കൊന്നും കടന്നു കയറാതെ ആദർശപരമായ ഒരു അധിനിവേശത്തെ തടഞ്ഞു നിർത്തി അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു, ആയത്ത് അവതരിപ്പിക്കുന്നു. ഇസ്ലാമിൽ ഒരുപാട് സംഭാവനകൾ അർപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് സുഹൈബ് റൂമി റളിയല്ലാഹു തആല. അത് സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്ലാമിന്റെ ആ തനിമ, സംസ്കാരം അത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടുണ്ടാകണം. നമുക്ക് 2024 പൂർത്തിയായി 2025 എത്തുമ്പോൾ ഇതൊരു ആഘോഷം എന്ന് മാത്രമല്ല, ആഘോഷിക്കാനൊന്നുമില്ല, നഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ ഓർത്തെടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. നമ്മൾ ചെയ്ത തിന്മകളെല്ലാം നമ്മൾ മറന്നുപോയില്ല. അള്ളാഹു ഒന്നും മറന്നിട്ടുമില്ല, അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും വിട്ടുപോയിട്ടുമില്ല. മനുഷ്യൻ ഖേദിക്കുന്ന ഒരു സമയമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ അവന്റെ സമയമാണ്. മഹാന്മാരായ താബിഈങ്ങൾ പറഞ്ഞതുപോലെ സമയമാണ് മനുഷ്യൻ. നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആയുസ്സിനാണ് നമ്മളെന്ന് പറയുന്നത് തന്നെ. ഖുർആൻ അല്ലാഹു തആല ഒരുപാട് സ്ഥലത്ത് സമയത്തെ കൊണ്ട് സത്യം ചെയ്തു. വൽ അസ്ർ, കാലത്തെ തന്നെ സത്യം. വൽ ഫജ്ർ, പ്രഭാതത്തെ തന്നെ സത്യം. വൽ ലൈലി, രാത്രിയെ തന്നെ സത്യം. വന്നഹാർ, പകലിനെ തന്നെ സത്യം. വദ്ദുഹ, ദുഹാ സമയത്തെ തന്നെ സത്യം. ഖുർആൻ എത്രയാ സത്യം ചെയ്തു. രാത്രി പകലും, ദുഹാ സമയവും പകലും കാലവും ഒക്കെ സത്യമാണ്. ഇതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ ആ കാര്യം ഈ കാലത്തെ കൊണ്ട് എടുത്തു പറഞ്ഞു. ഇന്ന സമാൻ ഇസ്തദാറ കഹിയത്തി യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ്. അല്ലാഹു തആല ഈ ലോകത്തെ സൃഷ്ടിച്ച അന്ന് മുതൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാലം. അത് 12 മാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ഒരു വർഷം തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു വർഷം കൂടെ തീർന്നു. ഇനി ബാക്കി നമ്മൾ ഖബറിലേക്ക് അടുത്ത്, അത്രയും കൂടെ അടുത്തു, ആഖിറത്തിലേക്ക് അടുത്തു. ഇതങ്ങൾ സാധാരണ ജുമുഅയ്ക്ക്, വലിയ പെരുന്നാളുകൾക്കൊക്കെ ആഖിറത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ആയത്തുകൾ പാരായണം ചെയ്ത് നമസ്കരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ മുനാഫിഖൂൻ, സൂറത്തുൽ അഅല, സൂറത്തുൽ ആശിയ ഇതൊക്കെ ജുമുഅയ്ക്കും പെരുന്നാളിനും ഈദിനും മോദൽ സുന്നത്താണ് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തെല്ലാം ആ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾ ദുനിയാവിന്റെ ജീവിതത്തെ തെരഞ്ഞെടുക്കുന്നു, പക്ഷെ ശേഷിക്കുന്നതൊന്നും ആഖിറമാണ്. നിങ്ങൾ വിരണ്ടോടുന്ന ആ മരണം അത് നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു തആല മനുഷ്യൻ മരണസമയത്ത് അല്പം കൂടെ എനിക്ക് സമയം തരണേ എന്ന് ചോദിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. ഈ സമയം തീരുന്നത് ആലോചിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന് 2 രീതിയിലുള്ള ഫിത്നകൾ ഉണ്ടാകും. ഒന്നിൽ വ്യക്തിപരമായ ഫിത്നകൾ, അല്ലെങ്കിൽ ആമായ ഫിത്നകൾ. ഇത് രണ്ടും മനുഷ്യനെ അമലുകളിൽ നിന്നും തടയുന്നതാണ്. അതുകൊണ്ട് ബാധ്യതയില്ല അമൽ എന്ന് പറഞ്ഞു. നിങ്ങൾ അമലിൽ ധൃതി കാണിക്കും. ചിലപ്പോൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായി അമൽ ചെയ്യാൻ പറ്റാത്ത ഒരു മനുഷ്യൻ. നമുക്ക് മനുഷ്യന് വ്യക്തിപരമായ സംഭവം, രോഗം വന്നു, പ്രതിസന്ധികൾ ഉണ്ടായി, പെട്ടെന്ന് മരണം സംഭവിച്ചു, ഇങ്ങനെ പലതും വരാം മനുഷ്യന്. അതൊക്കെ എന്തൊക്കെ ഷർറുകളാണ് മനുഷ്യന് പ്രതീക്ഷിക്കാവുന്നത്. ജീവിതം എന്ന് പറയുമ്പോൾ എന്തെല്ലാം പ്രതീക്ഷിക്കാം മനുഷ്യൻ. അങ്ങനെ ഖാസായ വ്യക്തിപരമായ ഫിത്നകൾ മനുഷ്യനെ പലപ്പോഴും അവൻ ചെയ്തുകൊണ്ടിരുന്ന അമലുകൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിക്കാം. അതുകൊണ്ട് ബാധ്യതയില്ല അമൽ, നിങ്ങൾ അമലുകളിൽ ധൃതി കാണിക്കാന്ന് പറഞ്ഞു. രണ്ടാമത് ചില റിവായത്തുകളിൽ നോക്കിയാൽ ആമായ ഫിത്നകൾ വരാം. ആമായ പൊതുവായ ഫിത്നകൾ. ബാധ്യതയില്ല അമൽ ഫിത്ന ആമായ ഫിത്നകൾ. അപ്പൊ പിന്നെ മനുഷ്യന് അമൽ ചെയ്യാൻ പറ്റില്ല. അതിൽ ഇരുളടഞ്ഞ രാത്രികൾ പോലെയുള്ള ഫിത്നകൾ. നമ്മൾ കണ്ടില്ല, ഒരു കൊറോണ സമയം വന്നപ്പോൾ ജുമാസ്കരിക്കാൻ പറ്റി, ജമാഅത്ത് നിസ്കരിക്കാൻ പറ്റി, പള്ളിയിൽ കയറാൻ പറ്റി. പള്ളിയുടെ മുമ്പിൽ കരഞ്ഞിട്ട് പോയിട്ട് വന്നില്ല, ആരും നനയ്ക്കാതെ വന്ന് കയറിയതാ. ഇതുപോലെ എന്തെല്ലാം ഫിത്നകൾ വരാം, അമലുകൾ മുടക്കി കളയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മളുടെ ആലോചന മറ്റൊരു വഴിക്കാണ്. നമ്മൾ വിചാരിക്കുന്ന ഇനി എത്രയോ കാലം എന്തെല്ലാം ആഗ്രഹങ്ങൾ, അതെല്ലാം പൂർത്തീകരിച്ച് ഇവിടെ സുഖമായിട്ട് അങ്ങനെ ജീവിച്ചങ്ങ് പോകാമെന്ന ധാരണയിലാണ്. മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. എത്ര കാലം ജീവിച്ചാലും
മരണത്തിന്റെ സമയത്ത് മനുഷ്യർ ഈ ജീവിതം ഇത്രയേ ഉള്ളായിരുന്നു എന്ന് തോന്നിപ്പോകുമെന്ന് ചരിത്രം സാക്ഷിയാണ്. അത് നമുക്ക് മാത്രമല്ല, നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാം എത്ര കാലം ജീവിച്ചാൽ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മരണസമയത്ത് ചോദിച്ച സംഭവം പണ്ഡിതന്മാർ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. കൈഫ വജത്ത ദുനിയ, ഈ ദുനിയാവ് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയത്? എനിക്കൊരു റൂം പോലെ അനുഭവപ്പെട്ടുള്ളൂ. ഒരു വാതിലൂടെ കയറി അടുത്ത വാതിലൂടെ പുറത്തുപോയി, അത്രേ തോന്നി. 950 കൊല്ലം ദഅവത്ത് ചെയ്തു, 1000 കൊല്ലം ജീവിച്ചിരുന്നു. അത്രയും കാലം ജീവിച്ച ഒരു പ്രവാചകന് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഇത്രയേ ഉള്ളൂ ദുനിയാവിന്റെ അവസ്ഥ. ഇമാം തുർമിദി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമ അടുക്കൽ മലക്കുൽ മൗത്ത് വന്ന സന്ദർഭം പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് ഇതിന് 40 കൊല്ലം കൂടെ ഉണ്ട്. 40 കൊല്ലം. അത് പറയാൻ കാരണം എന്താ? ഹദീസിൽ വരുന്നുണ്ട്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ സൃഷ്ടിച്ച ഉടനെ മുഴുവൻ മക്കളുടെയും റൂഹുകളെ അല്ലാഹു തആല മുമ്പിൽ പ്രദർശിപ്പിച്ചു. അപ്പോ ചില റൂഹുകൾ ഇരുന്ന് തിളങ്ങി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹു ഇതാരാണ്? അത് നിന്റെ മക്കൾപ്പെട്ട നബിമാരാണ്, പ്രവാചകന്മാരാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കിയപ്പോൾ ഒരു മകന് ആയുസ് കുറവ്. അപ്പൊ എന്റെ ഈ മകന് ഒരു അല്പം കൂടെ ആയുസ് നീ കൂട്ടിക്കൊടുത്തു. അള്ളാഹു തആല പറഞ്ഞു, ഞാൻ കൊടുത്തത് കൊടുത്തുപോയി, ഇനി കൂട്ടുകയില്ല. അതപ്പോ എന്റെ ആയുസിൽ നിന്ന് ഒരു 40 വയസ്സ് അങ്ങോട്ട് കൊടുത്തു. അള്ളാഹു തആല ആദം നബിയുടെ ആയുസിൽ 40 വർഷം 40 വയസ്സരം അവന് കൊടുത്തു. അത് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്നു. അവസാനം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടുക്കൽ മലക്കുൽ മൗത്ത് വന്നപ്പോൾ പറഞ്ഞു, എനിക്കിന് 40 കൊല്ലം കൂടെ ഉണ്ടല്ലോ. പ്രവാചകന്മാരുടെ ഒരു പ്രത്യേകതയുണ്ട്, മറ്റു മനുഷ്യരെ പോലെ പെട്ടെന്ന് വന്ന് അവർ ഓർ പിടിക്കുകയില്ല. ഇപ്പൊ ഒരു അനുവാദം ചോദിക്കും, അത് അവർക്കുള്ള അവരോടുള്ള ഒരു ആദരം, പ്രവാചകന്മാരോടുള്ള ഒരു ആദരം. മലക്കുൽ മൗത്ത് പറഞ്ഞു, അത് നിങ്ങൾ നേരത്തെ കൊടുത്തുപോയി, നിങ്ങളുടെ മോനിക്ക് കൊടുത്തു, തീർന്നുപോയി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുൽ മൗത്തിന്റെ മുഖത്തടിച്ചു. മലക്കുൽ മൗത്തിന്റെ കണ്ണ് പൊട്ടിപ്പോയി. സഹിഹായ നിവേദനം ബുഖാരിയിൽ വരുന്ന. അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, അല്ലാഹു അർസൽതനി ഇലാ അബ്ദിൻ ലാ യുരീദുൽ മൗത, മരിക്കാൻ ഉദ്ദേശിക്കാത്ത ഒരാളുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി എന്നെ അയച്ചു. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, മൂസായോട് പറഞ്ഞേക്കുക, ഒരു രോമം കൂടുതലുള്ള ഒരു കാളയുടെ തൗറിന്റെ പുറത്ത് കൈവെക്കാൻ പറഞ്ഞു. അതിൽ എത്രത്തോളം രോമമുണ്ടോ അത്രത്തോളം ആയുസ് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടുക്കൽ വന്നപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ മൂസാ നബി ചോദിച്ചു, അത് കഴിയുമ്പോൾ എന്താണ്? അത് കഴിയുമ്പോൾ മരണമാണ്. എന്നാൽ എന്റെ ഇപ്പോഴേ റൂഹ് പിടിച്ചുകൊള്ളുക. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട്, എന്റെ മരണം ബൈത്തുൽ മഖ്ദസിന്റെ അടുത്ത് വെച്ചായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ബൈത്തുൽ മഖ്ദസിന്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. ആ ചുവന്ന കുന്നിന്റെ മുകളിൽ മസ്ജിദുൽ അഖ്സയുടെ അടുത്താണ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഖബർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ കരുത്തനായ ഒരു പ്രവാചകനാണ്, ശക്തനാണ്. പക്ഷെ മരണസമയത്ത് അദ്ദേഹത്തിന് തോന്നി തീർന്നുപോയ ജീവിതം. ഇതൊക്കെയാണ് ഇത്രയും കൊല്ലം ജീവിച്ചിരുന്ന നബിമാരുടെ അവസ്ഥയെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ സമയം. ഖുർആനിൽ അല്ലാഹു തആല ജഹന്നമിലെത്തിയ നരകവാസികളുടെ സംഭാഷണങ്ങൾ പറയുന്നുണ്ട്, ഖാല കം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ. നിങ്ങൾ എത്ര കൊല്ലമാണ് ദുനിയാവിൽ ജീവിച്ചത്? എത്ര കൊല്ലം ജീവിച്ചു? അവരോട് ചോദ്യമാണ്. അവരുടെ മറുപടി, ഖാലു ലബിത്നാ യൗമൻ ഔ ബഅദ യൗമിൻ ഫസ്അലിൽ ആദീൻ. ഞങ്ങൾ ഒരു ദിവസം ജീവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു അര ദിവസം ജീവിച്ചിട്ടുണ്ടാവും. ഫസ്അലിൽ ആദീൻ, എന്നെ കണക്കാക്കുന്നവരോട് ചോദിച്ചു കൊള്ളുക. നമ്മൾ വളരെ കുറച്ച് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അങ്ങനെ അനുഭവപ്പെടും മനുഷ്യൻ. ആഖിറത്തിൽ അങ്ങനെ തോന്നും മനുഷ്യൻ. സ്വർഗത്തിലെത്തിയ മനുഷ്യർക്ക് പോലും ദുനിയാവിൽ പോയ സമയങ്ങളെ കുറിച്ച് ആലോചിച്ച് വിഷമം വരും. സ്വർഗത്തിലെത്തിയ ആൾക്കാർക്ക് പോലും കഴിഞ്ഞുപോയ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെ കുറിച്ച് ആലോചിച്ച് വിഷമം ഉണ്ടാകും. ജീവിതം മനുഷ്യന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എവിടെ പരിഹരിക്കാൻ കഴിയും? ആര് എവിടെ എത്തിയാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മൾ പത്രം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, 2
വലിയ വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും നാട് നീങ്ങിയ രണ്ട് വ്യക്തിത്വങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് 10 വർഷത്തോളം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഒരു വലിയ മനുഷ്യൻ. മറ്റൊന്ന് മലയാള രംഗത്ത് അങ്ങേയറ്റം ഒരുപാട് മലയാളികളെ ത്രസിപ്പിച്ച കഥാകാരനായ ഒരു സാഹിത്യകാരൻ. രണ്ടുപേരും നാടുവിട്ടു. അവരെ പുകഴ്ത്തുന്ന, അവരെ പ്രശംസിക്കുന്ന ഒരുപാട് വാർത്തകൾ നമുക്ക് പത്രങ്ങളിലും മീഡിയകളിലും കാണാം. ഒരാഴ്ചത്തേക്കുള്ള രാജ്യം തന്നെ ദുഃഖം ആചരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചത് ഇതുകൊണ്ട് ആ മനുഷ്യർ അറിയുന്നുണ്ടോ? അവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പുണ്യം കിട്ടുന്നുണ്ട്? അവരറിയുന്നു ഇവിടെ ഒരാഴ്ച ഈ രാജ്യം ദുഃഖം ആചരിക്കുന്നു. അവരറിയുന്നുള്ള ഈ പാടിപ്പോഴത്തലുകൾ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം കിട്ടുന്നുണ്ടോ? ഇന്ന് അവരുടെ അവസ്ഥ എന്തായിരിക്കും? അവരാരായിരുന്നു, പക്ഷെ ഇന്ന് അവരുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ആലോചിക്കുന്ന സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ വലിയ ഔദാര്യം കൊണ്ട് നമുക്ക് ഈമാൻ തന്നതാണ്, നമുക്ക് ഇസ്ലാം തന്നതാണ്. അല്ലാഹുവിന്റെ ഔദാര്യമാണ്. നമ്മള് പ്രധാനമന്ത്രിയായില്ല, നമ്മള് പ്രസിഡന്റും ആയില്ല, നമ്മള് മന്ത്രിമാരും ആയില്ല, വലിയ വലിയ ആൾക്കാരൊന്നും ആയില്ലെങ്കിലും അല്ലാഹു ഈമാൻ തന്നിട്ടുണ്ട്. ഈമാൻ. മൗലാന മുഹമ്മദ് അലി ജൗഹർ പറഞ്ഞു, റോഡിലൂടെ നടക്കുന്ന ഒരു മുസ്ലിം ബാലനെ കാണുമ്പോൾ മഹാത്മാഗാന്ധിയേക്കാൾ എനിക്ക് അഭിമാനം തോന്നുന്നു. അതാ ഈമാനിന്റെ ഒരു പവറാണ്. ആരെവിടെത്തിയാലും എത്ര വലിയവരാണെങ്കിലും അവരെത്രത്തോളം പുകഴ്ത്തപ്പെടുന്നെങ്കിലും അവരെ കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഈമാനാകുന്ന, ഇസ്ലാമാകുന്ന ഒരു സന്ദേശം ഹൃദയത്തിൽ ഇല്ലാത്ത അവസ്ഥയിൽ ഒരു മനുഷ്യൻ സൃഷ്ടിച്ചൊരുക്കിയ നാഥനെ കണ്ടുമുട്ടേണ്ട ഗതികേടുണ്ടായി എന്തായിരിക്കും അവസ്ഥ? ഈ കാണുന്ന എല്ലാ പ്രകടനങ്ങളും അവരുടെ മുന്നിൽ അസ്തമിച്ചു. ലോകവുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വേർപെട്ടു, എല്ലാം തീർന്നു, അവസാനിച്ചു. അവർ എത്തേണ്ടടുത്തെത്തി. നിങ്ങൾ എത്ര കൊല്ലമാണ് ദുനിയാവിൽ ജീവിച്ചത് എന്നൊരു ചോദ്യം. അവിടെ എത്തിക്കഴിയുമ്പോൾ മനുഷ്യൻ പറയും, ഞങ്ങൾക്കൊരല്പം സമയം തന്നാൽ ഞങ്ങൾ തിരിച്ചു പോയിട്ട് നന്മ ചെയ്തു കൊള്ളാം. മലക്കുൽ മൗത്തിനോട് പറയും, മഹ്ശറയിൽ പറയും, നരകത്തിൽ പറയും. ഖുർആനാണ്. മലക്കുൽ മൗത്തിനോട് പറയും, ഒരല്പസമയം എനിക്ക് ബന്ധിച്ചു തന്നാൽ ഞാൻ സദഖ ചെയ്യാം, നന്മ ചെയ്തു കൊള്ളാം. വാക്കുമിന സാലിഹീൻ, ഞാൻ സാലിഹ്യങ്ങളിൽ പെട്ടുകൊള്ളാം. എന്നെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കി അയച്ചാൽ, ദുനിയാവിലേക്ക് മടക്കി അയച്ചാൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിച്ചു കൊള്ളാം. അല്ലാഹുവിന്റെ മറുപടി, അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകും നദീർ. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി, ചിന്തിക്കാനും ആലോചിക്കാനും തീരുമാനമെടുക്കാനും ഉത്ബോധനം ഉൾക്കൊള്ളാനുമുള്ള ഒരു ഘട്ടം, ഒരവസരം ഞാൻ നിങ്ങൾക്ക് ദുനിയാവിൽ തന്നില്ലേ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകും നദീർ. നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന പ്രവാചകന്മാരെയും ഗ്രന്ഥങ്ങളെയും അടിച്ചില്ല. ഇനി നിങ്ങൾ പറയുന്നത് വെറുതെയാണ്. അല്ലാഹുവിന്റെ മറുപടിയാണ്. അത് സഹോദരങ്ങളെ, നമുക്ക് പുതിയൊരു വർഷം ആഘോഷിക്കാനുള്ളതല്ല, ചിന്തിക്കാനുള്ളതാണ്, തിരുത്താനുള്ളതാണ്. ജീവിതം അത്രയും കൂടെ തീർന്നു എന്ന് ആലോചിക്കാനുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം അസ്തമിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ടാകും. എന്റെ ഈ ദിവസത്തിൽ ഞാൻ എന്ത് ചെയ്തു എന്നോർക്കും. അതുകൊണ്ടാണ് മഹാനവറുകൾ പറഞ്ഞു, രാവിലെ ആണെങ്കിൽ വൈകിട്ടായി എന്ന് പ്രതീക്ഷിക്കേണ്ട, വൈകിട്ടെത്തിയാൽ രാവിലെ ആകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് ഉണർത്തുകയുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. വാനീബു ഇലാ റബ്ബിക്കും വസ്രിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ. നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുവിൻ, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുവിൻ. പിന്നീട് നിങ്ങളെ സഹായിക്കപ്പെടാത്തൊരവസരം വരും. അന്ന് അവർക്ക് ആരുടെയും ശുപാർശ പോലും പ്രയോജനം ചെയ്യുകയില്ല, ആരും ഉണ്ടാകുകയില്ല. നരകവാസികൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളെ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ, ഇതിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരുമായിരുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ ഇത് വെറുതെ പറയുന്നതാണ്, നിങ്ങളുടെ വെറും വാക്കാണ്. തിരിച്ചു വിട്ടാൽ നിങ്ങൾ വീണ്ടും പഴയപടിയായിരിക്കും. സഹോദരങ്ങൾ, ദുനിയാവ് ഇത്രയുള്ളൂ. അതുകൊണ്ട് ദുനിയാവിന്റെ ഈ ജീവിതത്തെ
ഗൗരവമായിട്ട് കാണുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പക്ഷെ മനുഷ്യരെല്ലാം രണ്ട് നിഅമത്തുകളുടെ വിഷയത്തിൽ അശ്രദ്ധരാണ്. നിഅമത്താനി മഖ്ബൂലുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഹ്. ഒന്ന്, അവന് കിട്ടിയ ആരോഗ്യമാണ്, ആഫിയത്ത്. അതിലവൻ അശ്രദ്ധനാണ്. രോഗിയാകുമ്പോഴാണ് ആരോഗ്യത്തിന്റെ വില അറിയുന്നത്. രണ്ട്, വൽ ഫറാഹ്, അവൻ ഒഴിവായി കിട്ടുന്ന സമയങ്ങളാണ്. ഇന്ന് മനുഷ്യൻ എങ്ങനെ സമയത്തെ തീർക്കുമെന്ന് ആലോചിക്കുക, എങ്ങനെ സമയത്തെ കൊല്ലുമെന്ന് ആലോചിക്കുക. സഹോദരങ്ങളെ, സമയം വളരെ വിലപ്പെട്ടതാണ്. ദീനാറിനേക്കാൾ ദിർഹമിനേക്കാൾ വിലയുള്ളതാണ് നമ്മുടെ സമയം. ഈ സമയത്തെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, ഹലാലിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക, അള്ളാഹുവിന്റെ ദീന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. നാളെ ആഖിറത്തിൽ ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ സന്തോഷിക്കും. മഹാന്മാർ പറയുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങളുടെ പിന്നാലെ പാഞ്ഞുകൊണ്ടേയിരിക്കുന്ന മനുഷ്യര് അവന്റെ ആവശ്യം ഒരിക്കലും തീരുകയില്ല. അവന്റെ ആവശ്യം ഒരിക്കലും തീരുകയില്ല. ആ മനുഷ്യന്റെ മരണത്തോടെ അവന്റെ ആവശ്യവും മരിക്കും. അതുവരെ ഹാജത്ത് പൂർത്തിയാവും. അതങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അത് ആഖിറത്തിൽ വരുമ്പോ അവന് വീണ്ടും അവിടുത്തെ ആവശ്യങ്ങൾ വരുമ്പോൾ പൂർത്തിയാക്കാൻ ഒരു നിവൃത്തിയില്ലാതെ വരും. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മളോട് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് പുതിയ പുതുവർഷവും അതിന്റെ ആഘോഷങ്ങളും അതിന്റെ ആഹ്ലാദങ്ങളും അതിന്റെ ആർഭാടങ്ങളും അതിന്റെ പേക്കൂത്തുകളും ഒന്നും ഇല്ല, അന്യമാണ്, നിഷിദ്ധമാണ്. ഇസ്ലാമിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു കലണ്ടർ തന്നെ ഹിജ്റ കലണ്ടറാണ്. അത് വെച്ച് നോക്കുമ്പോൾ അടുത്ത മാസം തുടങ്ങുന്നത് റജബാണ്. നമുക്ക് സോളാർ കലണ്ടർ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു ആഘോഷവും നമ്മൾ ആഘോഷിക്കുക വിഡ്ഢിത്തരമാണ്. യൂറോപ്യന്മാരെ തലയിൽ ഉദിച്ചൊരു വിഡ്ഢിത്തരമാണ്. അങ്ങനെ ഒരു വിഡ്ഢിത്തരം നമ്മൾ പ്രവർത്തിക്കരുത്. അതിലേക്ക് പോകരുത്. അതിന്റെ തിന്മകൾ ഏറ്റെടുക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹുവിന്റെ കോപം ഉണ്ടാകും. റജബ് വളരെ പ്രധാനപ്പെട്ട മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 4 മാസം യുദ്ധത്തെ ഹറാമാക്കപ്പെട്ടിട്ടുണ്ട്. ഷഅബാന്റെയും അതുപോലെ തന്നെ 2 ജമാഅത്തുകളുടെയും ഇടയിൽ വരുന്ന റജബ്, അത് പവിത്രമായ മാസമാണ്. അമലുകൾക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മാസമാണ്. കലണ്ടറുകൾ നോക്കിയാൽ ജനുവരി 1 റജബ് 1 ഡേറ്റ് ചിലപ്പോൾ അങ്ങോട്ട് 1-2 ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ആ സമയത്ത് യുദ്ധം ഹറാമാക്കിയെന്ന് വെച്ചാൽ ആദ്യത്തെ 3 മാസങ്ങൾ ഹജ്ജിന് ഹാജിമാർ പോയി മടങ്ങുന്ന സമയങ്ങളാണ്. ഇടയ്ക്കുള്ള സമയം അറബികൾ സാധാരണ ഇടയ്ക്കും കാബയിലേക്ക് പോയി ഉംറയ്ക്ക് വേണ്ടി പോയി മടങ്ങുന്ന സമയം. അതുകൊണ്ട് ആ സമയത്തെയും മറ്റുള്ളവർക്ക് അസ്വസ്ഥതയില്ലാതെ യാത്ര ചെയ്ത് തിരിച്ചു വരാൻ വേണ്ടി അതിന് യുദ്ധനിഷിദ്ധമാക്കപ്പെട്ട മാസം, പവിത്രമാക്കപ്പെട്ട മാസം, അനുഗ്രഹീതമായ മാസം. അതുകൊണ്ട് ഇസ്ലാമിന്റെ ഈ ഹദാറത്ത്, ഇസ്ലാമിന്റെ ഈ സംസ്കാരം അത് മുറുകെ പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിജയത്തിന്റെ വഴികൾ തുറക്കും. അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെയുള്ള ഭാഗ്യവാന്മാർ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.